ലവ്ലി ഷോട്ട്സിൻ്റെ മോക്ക് ടെസ്റ്റിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വരാനിരിക്കുന്ന യൂണിവേഴ്സിറ്റി LGS മെയിൻ പരീക്ഷയ്ക്ക് അതേപോലെ തന്നെ LGS എക്സാമിനേഷൻ ഇവയ്ക്ക് വേണ്ടി നടത്തുന്ന മോക്ക് ടെസ്റ്റാണ് നമ്മൾ നടത്തുന്നത്. 15 ക്വസ്റ്റ്യനാണ് ഓരോ മോക്ക് ടെസ്റ്റിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്വസ്റ്റ്യന് ശേഷം കുറച്ച് സെക്കൻഡുകൾ ആൻസർ കണ്ടെത്താനുള്ള സമയമായിരിക്കും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ഗോഡ്വിൻ ആസ്റ്റിൻ ചുവടെ സൂചിപ്പിക്കുന്ന ഏത് പർവ്വത നിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഗോഡ്വിൻ ആസ്റ്റിൻ ഏത് പർവ്വത നിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ സി കാരക്കോറം. ഓപ്ഷൻ സി കാരക്കോറം. കാരക്കോറം പർവ്വത നിരയിലാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ഗോഡ്വിൻ ആസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത്. കാരക്കോറം, ഗോഡ്വിൻ ആസ്റ്റിൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ്: ചുവടെ സൂചിപ്പിക്കുന്നവയിൽ സിന്ധു നദിയുടെ പോഷക നദി ഏത്? ചുവടെ സൂചിപ്പിക്കുന്നതിൽ സിന്ധു നദിയുടെ പോഷക നദി ഏത്? ആൻസർ സത്ലജ്. ഓപ്ഷൻ സി സത്ലജ് ആണ്. സത്ലജ് ആണ് ചുവടെ തന്നവയിൽ സിന്ധു നദിയുടെ പോഷക നദി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്: ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ഏത്? ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ഏത്? ഓപ്ഷൻസ്: എ ബംഗ്ലാദേശ്, ചൈന, പാകിസ്ഥാൻ, മ്യാൻമാർ. ആൻസർ ചൈന. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ചൈനയാണ്. ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ബംഗ്ലാദേശ്. അപ്പോൾ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം എന്ന് ചോദിച്ചാൽ ആൻസർ ചൈനയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4: ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ചുവടെ സൂചിപ്പിക്കുന്നവയിൽ ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ചുവടെ സൂചിപ്പിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻസ്: കേരളം, തമിഴ്നാട്, ഗുജറാത്ത്. ഇവയൊന്നുമല്ല. ആൻസർ ഓപ്ഷൻ സി ഗുജറാത്താണ്. ഗുജറാത്താണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം. ക്വസ്റ്റ്യൻ നമ്പർ 5: ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള കേരളത്തിലെ നദി ഏത്? ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള കേരളത്തിലെ നദി ഏതാണ്? ഓപ്ഷൻസ്: പമ്പ, പെരിയാർ, ഭാരതപ്പുഴ, ചാലിയാർ. ആൻസർ ഓപ്ഷൻ ബി പെരിയാറാണ്. പെരിയാറിലാണ് ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ളത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള നദിയാണ് പെരിയാർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 6ാമത്തെ ക്വസ്റ്റ്യൻ: ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം കേന്ദ്രം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം കേന്ദ്രം ഏതാണ്? ഓപ്ഷൻസ്: തെന്മല, ഇരവിക്കുളം, സൈലന്റ് വാലി, തേക്കടി. ആൻസർ ഓപ്ഷൻ എ തെന്മല. തെന്മലയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം കേന്ദ്രം. ക്വസ്റ്റ്യൻ നമ്പർ 7: എല്ലാ പൗരന്മാർക്കും ഏതു മതത്തിൽ വിശ്വസിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനുമുള്ള അവകാശമുണ്ട്. ഈ പ്രസ്താവന ഏത് മൗലികാവകാശവുമായി ബന്ധപ്പെട്ടതാണ്? എല്ലാ പൗരന്മാർക്കും ഏത് മതത്തിൽ വിശ്വസിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനുമുള്ള അവകാശമുണ്ട്. ഈ പ്രസ്താവന ഏത് മൗലികാവകാശവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ എ സമത്വത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ആൻസർ ഓപ്ഷൻ സി മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ നമ്പർ 8: ബക്രാനങ്കൽ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്? ബക്രാനങ്കൽ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്? കൃഷ്ണ, സത്ലജ്, മഹാനദി, ഗോദാവരി. ആൻസർ ഓപ്ഷൻ ബി സത്ലജ്. സത്ലജ് നദിയിലാണ് ബക്രാനങ്കൽ അണക്കെട്ട് സ്ഥാപിച്ചിട്ടുള്ളത്. സത്ലജ് നദി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 9ാമത്തെ ക്വസ്റ്റ്യൻ: കേരളത്തിൽ ഒരു വൃക്ഷത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സംരക്ഷണ കേന്ദ്രം
കേരളത്തിൽ ഒരു വൃക്ഷത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സംരക്ഷണ കേന്ദ്രം ഏത്? ചിന്നാർ വന്യജീവി സങ്കേതം, ഓപ്ഷൻ ബി പേപ്പാറ വന്യജീവി സങ്കേതം, ഓപ്ഷൻ സി തട്ടേക്കാട് പക്ഷി സങ്കേതം, ഓപ്ഷൻ ഡി ചെന്തുരുണി വന്യജീവി സങ്കേതം. ആൻസർ ഓപ്ഷൻ ഡി ചെന്തുരുണി വന്യജീവി സങ്കേതമാണ് ഒരു വൃക്ഷത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സംരക്ഷണ കേന്ദ്രം. ചെന്തുരുണി വന്യജീവി സങ്കേതം. ഓപ്ഷൻ ഡി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, യക്ഷഗാനം എന്ന കലാരൂപത്തിന് പ്രചാരം സിദ്ധിച്ച ജില്ല ഏത്? യക്ഷഗാനം എന്ന കലാരൂപത്തിന് പ്രചാരം സിദ്ധിച്ച കേരളത്തിലെ ജില്ല ഏതാണ്? കാസർഗോഡ്, തൃശ്ശൂർ, വയനാട്, കോഴിക്കോട്. ആൻസർ ഓപ്ഷൻ എ കാസർഗോഡ്. കാസർഗോഡാണ് യക്ഷഗാനം എന്ന കലാരൂപം പ്രചാരം സിദ്ധിച്ച ജില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? സ്വാമി ദയാനന്ദ സരസ്വതി, സ്വാമി വിവേകാനന്ദൻ, രാജാറാം മോഹൻ റോയ്, ശ്രീരാമകൃഷ്ണ പരമഹംസൻ. ഓപ്ഷൻ സി ആൻസർ രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയിയാണ് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 12, നിസ്സഹകരണ സമരം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സാഹചര്യം എന്തായിരുന്നു? നിസ്സഹകരണ സമരം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സാഹചര്യം എന്തായിരുന്നു? വാഗൺ ദുരന്തം, ചൗരി ചൗര സംഭവം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, ഉപ്പ് സത്യാഗ്രഹം. ആൻസർ ഓപ്ഷൻ ബി ചൗരി ചൗര സംഭവം. ചൗരി ചൗര സംഭവം നടന്നതിന് ശേഷമാണ് നിസ്സഹകരണ സമരം നിർത്തിവെച്ചത്. കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്ര? ക്വസ്റ്റ്യൻ നമ്പർ 13, കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ്? 41, 3, 40, 42. ആൻസർ ഓപ്ഷൻ എ 41. കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം 41. ക്വസ്റ്റ്യൻ നമ്പർ 14, ഭഗീരഥി, ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി ഏത്? ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഓപ്ഷൻ എ പെരിയാർ, ഓപ്ഷൻ ബി പമ്പ, ഓപ്ഷൻ സി ഭാരതപ്പുഴ, ഓപ്ഷൻ ഡി ചാലിയാർ. ആൻസർ ഓപ്ഷൻ ബി ആണ് പമ്പ. പമ്പ എന്ന നദിയെയാണ് ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 15 PSC ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 16ലേക്ക് കടക്കാം. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 15 തന്നെയാണ്. മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ ഏക പ്രതീക്ഷ. ഇതാരുടെ വാക്കുകളാണ്? അതായത് മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഏക പ്രതീക്ഷ എന്ന് പറഞ്ഞത് ആരാണ്? ശ്രീനാരായണ ഗുരു, രാജാറാം മോഹൻ റോയ്, സർ സെയ്ദ് അഹമ്മദ് ഖാൻ, സ്വാമി വിവേകാനന്ദൻ. ആൻസർ ഓപ്ഷൻ ഡി സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദനാണ് മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ ഏക പ്രതീക്ഷ എന്ന് പറഞ്ഞത്. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ 15 മോക്ക് ടെസ്റ്റാണ് നടത്തിയിരിക്കുന്നത്. ബാക്കി ക്വസ്റ്റ്യനുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്യുകയും ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.